ഓക്കെ, ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. എല്ലാവരും വീഡിയോസ് ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെക്കാവോ? നബീൽ, അഷ്കർ, ഫാത്തിമ, അഞ്ജന, ദേവിക. ഓക്കെ, അപ്പോ ഇന്നലത്തെ പോർഷൻസ് ഒക്കെ ക്ലിയർ ആണോ എല്ലാവർക്കും? സാനിയ, ഒന്നും കൂടെ പറയാവോടാ, കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ ആണോ? എന്റെ പേര് കാർത്തിക സജേഷ്. ഞാൻ വൈറ്റ്ല സെന്ററിലെ ഫാക്കൽറ്റി ആണ്. അപ്പോൾ ഇനി ഇന്നും നാളെയും ഞാനായിരിക്കും നിങ്ങൾക്ക് ഇൻകം ടാക്സിന്റെ ക്ലാസ് എടുക്കാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ പോർഷനിലോട്ട് പോയാലോ? ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാവേ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ്. ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസിന്റെ നമ്മൾ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസസിന് എന്തെങ്കിലും ഫീസ് പേ ചെയ്യുവാണെങ്കിൽ അതിന് വരുന്ന TDS റേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഡിഡക്ടർ എന്ന് പറയുമ്പോൾ എനി പേഴ്സൺ ഹൂ ഈസ് പേയിങ് എനി സം ബൈ വേ ഓഫ് ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസസ്, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസസ്, റെമ്യൂണറേഷൻ ടു ഡയറക്ടേഴ്സ് എക്സ്ക്ലൂഡിംഗ് സാലറി, റോയൽറ്റി, പേയ്മെന്റ് ഇൻ ദ നേച്ചർ ഓഫ് നോൺ കോമ്പീറ്റ് ഫീസ്. നമ്മൾ എന്തെങ്കിലും പ്രൊഫഷണൽ സർവീസസിന് എന്തെങ്കിലും ഫീസ് പേ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ടെക്നിക്കൽ സർവീസസിന് ഫീസ് പേ ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുവാണെങ്കിൽ, റോയൽറ്റി പേ ചെയ്യുവാണെങ്കിൽ, പിന്നെന്താ നോൺ കോമ്പീറ്റ് ഫീസ് നമ്മൾ എന്തെങ്കിലും പേ ചെയ്യുവാന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം പ്രൊഫഷണൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ എന്തെങ്കിലും ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ ഫീസ് കൊടുക്കത്തില്ലേ? ഡോക്ടേഴ്സ്, അഡ്വക്കേറ്റ്സ്, അങ്ങനെയുള്ളവർക്ക് അങ്ങനെയുള്ളവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസസ് ആണ് പ്രൊഫഷണൽ സർവീസസ്. പിന്നെ ടെക്നിക്കൽ സർവീസസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രീഷ്യൻസ്, പ്ലംബേഴ്സിനൊക്കെ നമ്മൾ പേ ചെയ്യത്തില്ലേ? അതിനെയാണ് നമ്മൾ ടെക്നിക്കൽ സർവീസസിന്റെ കേസ് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഇതിന്റെ ലിമിറ്റ് വരുന്നത് TDS ടു ബി ഡിഡക്റ്റഡ് ഓൺലി ഇഫ് അഗ്രിഗേറ്റ് എമൗണ്ട് പെയ്ഡ് ഓർ ലൈക്ലി ടു ബി പെയ്ഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 50,000. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ടെക്നിക്കൽ സർവീസസിന്റെ ഫീസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർവീസസിന്റെ ഫീസ് ആയിട്ടോ പേ ചെയ്യുന്ന എമൗണ്ട് 50,000 രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി? TDS ഡിഡക്ട് ചെയ്താൽ മതി. ഓക്കെ ആണോ? 50,000 രൂപയിൽ കൂടുതൽ ആണ് നമ്മൾ ആ ഒരു ഫീസ് പേ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം TDS ഡിഡക്ട് ചെയ്താൽ മതി. ഇനി അതിന്റെ TDS റേറ്റ് വരുന്നത് പ്രൊഫഷണൽ സർവീസസിന്റെ റേറ്റ് 10% ആയിരിക്കും. അതുപോലെ ടെക്നിക്കൽ സർവീസസിന്റെ റേറ്റ് 2% ആയിരിക്കും. പ്രൊഫഷണൽ സർവീസസിന്റെ റേറ്റ് 10%ഉം ടെക്നിക്കൽ സർവീസസിന്റെ റേറ്റ് 2% ആയിരിക്കും. ഇപ്പൊ പാൻ നമ്പർ ഫർണിഷ് ചെയ്തിട്ടില്ലാത്ത ഒരു പേ ആണെങ്കിൽ അവരുടെ അടുത്തുനിന്ന് എന്തായിരിക്കും ഡിഡക്ട് ചെയ്യുന്നത്? 20% ആയിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഫീസ് ഫോർ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസിന്റെ കേസ്. സാനിയ, മുഹമ്മദ്, നബീൽ, ഫാത്തിമ, ദേവിക. അടുത്തത് പറയുന്നതാണ് പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ സം ബൈ സെർട്ടൈൻ ഇൻഡിവിജ്വൽ ഓർ HUF. നമ്മളൊരു സെർട്ടൈൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF എന്തെങ്കിലും പേയ്മെന്റ് കൊടുക്കുവാണെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യും? TDS ഡിഡക്ട് ചെയ്യും. അതിൽ പറയുന്ന 3 കേസസ് പറയുന്നുണ്ട്. എനി ഇൻഡിവിജ്വൽ ഓർ HUF നോട്ട് കവേർഡ് അണ്ടർ ടാക്സ് ഓഡിറ്റ് റെസ്പോൺസിബിൾ ഫോർ പേയിങ് എനി സം ടു എ റെസിഡന്റ്. ടാക്സ് ഓഡിറ്റിന് റെസ്പോൺസിബിൾ അല്ലാത്ത ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആണെങ്കിൽ അവര് ഒരു റെസിഡന്റിന് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ടാക്സ് ഓഡിറ്റിന് റെസ്പോൺസിബിൾ അല്ല, അവരൊരു റെസിഡന്റിന് എന്തെങ്കിലും എമൗണ്ട് പേ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർ കോൺട്രാക്ട് വർക്ക്സ് ഓർ ബൈ വേ ഓഫ് ഫീസ് ഫോർ പ്രൊഫഷണൽ സർവീസ് ഓർ കമ്മീഷൻ
ഓർ ബ്രോക്കറേജ്. ഇവർ പേ ചെയ്യുന്ന എമൗണ്ട് എന്തിനെ അഗേൻസ്റ്റ് ആയിരിക്കണം? എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ സർവീസിന് അഗേൻസ്റ്റ് ഉള്ള ഫീസ് ആയിരിക്കണം, അല്ലെങ്കിൽ കമ്മീഷൻ അല്ലെങ്കിൽ ബ്രോക്കറേജ് ആയിരിക്കണം. ഇങ്ങനെയുള്ള പേയ്മെന്റ്സ് കൊടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 2% ടാക്സ് ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2% ടാക്സ് ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതില് ഒരു ത്രെഷോൾഡ് ലിമിറ്റ് പറയുന്നുണ്ട്. ഇഫ് ദ അഗ്രിഗേറ്റ് സം പെയ്ഡ് ഓർ ക്രെഡിറ്റഡ് ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ എക്സീഡ് 15 lakh rupees. ഒരു 50 ലക്ഷം രൂപയിൽ കൂടുതലാണ് ഈ പേയ്മെന്റ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? 2% TDS ഡിഡക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇതിൽ ടൈം ഓഫ് ഡിഡക്ഷൻ പറയുന്നുണ്ട്. ടൈം ഓഫ് ക്രെഡിറ്റ് ഓഫ് സച്ച് സം ഓഫ് ദ അക്കൗണ്ട് ഓഫ് ദ പേ ഓർ ടൈം ഓഫ് സച്ച് പേയ്മെന്റ്. അതായത് ഈ എമൗണ്ട് പേയ്മെന്റ് കൊടുക്കാൻ ഡ്യൂ ആവുന്ന സമയം, അല്ലെങ്കിൽ എപ്പോഴാണോ പേയ്മെന്റ് കൊടുക്കുന്നത്, ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അപ്പോഴായിരിക്കും എന്താവുന്നത്? ഈ ഒരു TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഇപ്പം ഞാൻ സാനിയക്ക് ഒരു എത്ര 60 ലക്ഷം രൂപ കമ്മീഷൻ ആയിട്ട് പേ ചെയ്യുന്നുണ്ട്. കമ്മീഷൻ ആയിട്ട് പേ ചെയ്യാനുണ്ട്. അപ്പൊ ഈ കമ്മീഷൻ പേ ചെയ്യേണ്ട ആ ഒരു സമയമില്ലേ, ഞാൻ പേ ചെയ്യുന്നില്ല. പേ ചെയ്യേണ്ട ആ ഒരു സമയവും അല്ലെങ്കിൽ ഞാൻ ആ ഒരു കമ്മീഷൻ പേ ചെയ്യുന്നത് എന്നാണോ, ഇതിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത് അന്നായിരിക്കും TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഡ്യൂ ആവുന്ന സമയമാണോ അല്ലെങ്കിൽ പേ ചെയ്യുന്ന സമയമാണോ ഏർലിയസ്റ്റ് ഏതാണോ അപ്പോഴായിരിക്കും TDS ഡിഡക്ട് ചെയ്യേണ്ടത്. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് തരാവോ? ഓക്കെ. പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാൻ നമ്പർ ഫർണിഷ് ചെയ്തിട്ടില്ലാത്ത പേയ് ആണെങ്കിൽ 20% ആയിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ സം ബൈ സെർട്ടൈൻ ഇൻഡിവിജ്വൽ ഓർ HUFന്റെ കേസ്. നബീൽ? ഓക്കെ. അടുത്തത് പറയുന്നതാണ് പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ എമൗണ്ട് ഇൻ ക്യാഷ്. നമ്മൾ ക്യാഷ് ആയിട്ട് എമൗണ്ട് പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? TDS ഡിഡക്ട് ചെയ്യാൻ പറ്റും. ക്യാഷ് ആയിട്ട് നമ്മൾ എമൗണ്ട് പേ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? TDS ഡിഡക്ട് ചെയ്യാൻ പറ്റും. ഷാൽ ഡിഡക്ട് ദ ടാക്സ് അറ്റ് 2% ഓഫ് ദ എമൗണ്ട് എക്സീഡിംഗ് ₹1 crore. 1 കോടി രൂപയിൽ കൂടുതൽ നമ്മൾ ക്യാഷ് പേ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് 2% TDS ഡിഡക്ട് ചെയ്യാൻ പറ്റും. 1 കോടി രൂപയിൽ കൂടുതൽ നമ്മൾ ക്യാഷ് പേ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് 2% TDS ഡിഡക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പറയുന്നുണ്ട് എ ബാങ്കിങ് കമ്പനി, കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓർ പോസ്റ്റ് ഓഫീസ്. ഈ TDS ഡിഡക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ഒരു ബാങ്കിങ് കമ്പനി അല്ലെങ്കിൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയോ പോസ്റ്റ് ഓഫീസോ ആയിരിക്കും. ഇപ്പൊ നമ്മൾ ബാങ്കിൽ പോയിട്ട് എന്ത് ചെയ്യുക? ഒരു കോടി രൂപയിൽ കൂടുതൽ എമൗണ്ട് വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് 2% TDS കുറച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുള്ളൂ നമുക്ക് എമൗണ്ട് കിട്ടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ ആണോ? പിന്നെ ഇതിലൊരു ലിമിറ്റ് പറയുന്നുണ്ട്. ദ ലിമിറ്റ് ഓഫ് ₹1 crore ഷാൽ ബി റീപ്ലേസ്ഡ് ബൈ ₹20 lakhs ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് നോട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഇൻ ദ ലാസ്റ്റ് 3 years. നമ്മൾ ലാസ്റ്റ് 3 year ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലാത്ത ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ അവർക്ക് ആ 1 കോടി രൂപ എന്നുള്ളത് എന്താവും? 20 lakh rupees ആവും. 20 ലക്ഷം രൂപയാണ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണ് അവര് വിഡ്രോ ചെയ്യുന്നെന്നുണ്ടെങ്കിലും എന്താവും? 2% TDS ഡിഡക്ട് ചെയ്യും. ഓക്കെ ആണോ? ഇപ്പൊ ഫാത്തിമ 3 വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലാത്ത ഒരു ഇൻഡിവിജ്വൽ ആണ്. അപ്പം ഫാത്തിമയുടെ ബാങ്കിൽ പോയിട്ട് ഒരു 30 ലക്ഷം രൂപ എന്ത് ചെയ്യുക? വിഡ്രോ ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് 2% TDS ഡിഡക്ട് ചെയ്യും. ഓക്കെ ആണോ? അഞ്ജന, നന്ദന? ഓക്കെ. ഇതില് TDS റേറ്റ്സ് വരുന്നുണ്ട്. ഒന്നാമത്തേത് നമ്മളിപ്പോ പറഞ്ഞ സെയിം കേസ് തന്നെയാണ്. TDS ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവരുടെ TDS റേറ്റ് വരുന്നത് 2% ആയിരിക്കും. അത് എവിടെ നിന്നായിരിക്കും? എത്ര എമൗണ്ട് കൂടുതലാണെങ്കിലായിരിക്കും നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത്? 1 ലക്ഷം രൂപയിൽ കൂടുതലാണ് ആ എമൗണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു TDS ഡിഡക്ട് ചെയ്യത്തുള്ളൂ. ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ഒരു സമയമാണിത്. ഒരു മിനിറ്റ്. നന്ദന പറഞ്ഞോടാ. ഓക്കെ. ഇനിയിപ്പം കഴിഞ്ഞ 3 വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ എന്താ ഒരു
ലക്ഷം രൂപ വരെയുള്ളത് 20 ലക്ഷം രൂപ വരെയുള്ളതിന് എന്തായിരിക്കും 2% ആയിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. ഈ 20 ലക്ഷം തൊട്ട് ഒരു കോടി വരെ, അതായത് ഇപ്പൊ ഫാത്തിമയുടെ കേസ് തന്നെ പറയാം. ഫാത്തിമ ഇപ്പൊ ഒരു 2 കോടി രൂപ എന്ത് ചെയ്യുക, ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഫാത്തിമ എന്ത് ചെയ്തിട്ടില്ല, 3 വർഷമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 20 ലക്ഷം രൂപ തൊട്ട് 1 കോടി രൂപ വരെയുള്ള എമൗണ്ടിന് 2% TDS ഡിഡക്ട് ചെയ്യും. അതുപോലെ ബാലൻസ് 1 crore ഇല്ലേ, ടോട്ടല് 2 കോടി രൂപയാണ് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അപ്പൊ ബാലൻസ് ഉള്ള ആ 1 കോടി രൂപയ്ക്ക് 5% ആയിരിക്കും എന്ത് ചെയ്യുന്നത്, TDS ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? 20 ലക്ഷം തൊട്ട് 1 കോടി രൂപ വരെ ഉള്ളതിന് 2%, 1 കോടി രൂപയിൽ കൂടുതൽ ഉള്ളതിന് 5% ആയിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? TDS റേറ്റ്സ്. ഓക്കെ, ഇതിലൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. റൊണാൾഡ് ഒരു 1 കോടി 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. റൊണാൾഡ് 1 കോടി 20 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നുണ്ട്. ആ ആള് എന്ത് ചെയ്തിട്ടുണ്ട്, IT റിട്ടേൺസ് 3 വർഷമായിട്ട് ഫയൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 കോടി രൂപയിൽ കൂടുതലാണ് ഈ റൊണാൾഡ് വിഡ്രോ ചെയ്യുന്ന എമൗണ്ട് അല്ലെ, 1 കോടി 20 ലക്ഷം രൂപയാണ് വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റുമോ? 1 കോടി 20 ലക്ഷമാണ് റൊണാൾഡ് വിഡ്രോ ചെയ്തേക്കുന്നത്. ഇയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വർഷവും ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്ര രൂപയ്ക്കായിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്? എത്ര രൂപയ്ക്കായിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്? പറയാൻ പറ്റുമോ? ടു പെർസെന്റേജ് ആയിരിക്കും. എത്ര രൂപയിൽ നമ്മൾ 2% കാൽക്കുലേറ്റ് ചെയ്യും? ഇവിടെ പറയുന്നുണ്ട് ഓൺ എമൗണ്ട് എക്സീഡിംഗ് ₹1 crore. 20,000 അല്ല, 20 ലക്ഷം. 20 ലക്ഷം രൂപയുടെ 2% ആയിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. അപ്പം 20 ലക്ഷം ഇൻറ്റു 2% എന്ന് പറയുമ്പോൾ 40,000 ആണ്. അപ്പൊ നെറ്റ് എമൗണ്ട് വിൽ ബി പെയ്ഡ് ടു റൊണാൾഡോ. റൊണാൾഡിന് എത്ര രൂപ കിട്ടും? ഈ 1 കോടി 20 ലക്ഷത്തിൽ നിന്ന് 40,000 കുറച്ചിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും എന്ത് കിട്ടത്തുള്ളൂ, റൊണാൾഡിന്റെ കയ്യിലോട്ട് കിട്ടത്തുള്ളൂ. ഓക്കെ ആണോ കേസ് സ്റ്റഡി? 1 കോടി 20 ലക്ഷമാണ് വിഡ്രോ ചെയ്തത്. റൊണാൾഡ് ഇൻകം ടാക്സ് റിട്ടേൺസ് 3 വർഷം ഫയൽ ചെയ്തിട്ടുള്ളത് കൊണ്ട് എന്താ, 1 കോടി രൂപയിൽ കൂടുതലുള്ള എമൗണ്ടിന് 2% വെച്ചായിരിക്കും TDS ഡിഡക്ട് ചെയ്യുന്നത്. അപ്പൊ 20 ലക്ഷം രൂപയുടെ 2% എന്ന് പറയുമ്പോൾ 40,000 ആണ്. അപ്പൊ ആ 1 കോടി 20 ലക്ഷത്തിൽ നിന്ന് 40,000 രൂപ കുറച്ചിട്ട് ബാക്കി എമൗണ്ട് ആയിരിക്കും റൊണാൾഡിന് ബാങ്കർ പേ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇതിൽ നേരെ തിരിച്ചുള്ള കേസ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ റൊണാൾഡോ വിഡ്രോ ചെയ്യുന്നത് 1 കോടി 20 ലക്ഷം രൂപയാണ്. ലാസ്റ്റ് 3 ഇയർ ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺസ് റൊണാൾഡോ ഫയൽ ചെയ്തിട്ടില്ല. അങ്ങനെ വരുമ്പോ എങ്ങനെയായിരിക്കും വരുന്നത്, ഒരു TDS ഡിഡക്ഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? ഇതിൽ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഐശ്വര്യ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു 1 crore rupeesന്റെ നോക്കാം. അതില് ആദ്യത്തെ 20 ലക്ഷം ഇല്ലേ, ആദ്യത്തെ 20 ലക്ഷത്തിന് എന്തില്ല, TDS ഡിഡക്ട് ചെയ്യത്തില്ല. അപ്പം പിന്നെ ഉള്ളത് ആ 1 കോടിയിൽ 20 ലക്ഷം കുറയ്ക്കുമ്പം ഉള്ളത് 80 ലക്ഷം രൂപ. 80 ലക്ഷം രൂപയുടെ 2% എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. അതുപോലെ അതിൽ കൂടുതലുള്ള എമൗണ്ട്, 1 കോടി രൂപയിൽ കൂടുതലുള്ള എമൗണ്ടിന്റെ 5% ആയിരിക്കും ഡിഡക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഈ കേസിൽ നോക്കുവാണെങ്കിൽ ആദ്യത്തെ 20 ലക്ഷത്തിന് TDS ഒന്നുമില്ല. പിന്നെ ആ 1 കോടിയിൽ 80 ലക്ഷം രൂപയല്ലേ ബാലൻസ് ഉള്ളൂ, അതിന്റെ 2% TDS കാൽക്കുലേറ്റ് ചെയ്യും. അതാണ് 1,60,60,000.
1,60,000. പിന്നെ ഒരു 20 ലക്ഷം രൂപയുണ്ട്. 1,20,00,000 വിഡ്രോ ചെയ്തത്. അപ്പൊ പിന്നെയും ഒരു 20 ലക്ഷം രൂപയുണ്ട്. ആ 20 ലക്ഷത്തിന്റെ 5% എന്ത് ചെയ്യും? TDS ഡിഡക്ട് ചെയ്യും. അപ്പൊ ടോട്ടല് 16,000, 1,60,000 1 ലക്ഷവും വരും. അപ്പം 2,60,000 രൂപ ടോട്ടൽ എന്ത് ചെയ്യും? TDS ഡിഡക്ട് ചെയ്യും. ഓക്കെ ആണോ? ആ 1,20,00,000 നിന്ന് 2,60,000 രൂപ TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് മാത്രമേ എന്താവത്തുള്ളൂ? റൊണാൾഡിന് ബാങ്കർ പേ ചെയ്യത്തുള്ളൂ. ഓക്കെ ആണോ? രണ്ടാമത്തെ കേസ് ഓക്കെ ആണോ? ഓക്കെ ഓക്കെ. പിന്നെ പറയുന്നതാണ് പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ സം ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടു ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ്. പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ സം ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടു ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ്. അപ്പൊ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററും ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാൻ പറ്റുമോ? അറിയാവോ ആർക്കെങ്കിലും? ആരാണ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ പിന്നെ ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ്? ഏതെങ്കിലും ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിനെ അറിയാവോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ? സ്വിഗ്ഗി ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ ആണ്. വേറെ ഏതെങ്കിലും പറയാൻ പറ്റുമോ? ആമസോൺ, ഓക്കെ. ഫ്ലിപ്കാർട്ട്, ഓക്കെ. അപ്പം നമ്മൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യത്തില്ലേ? ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യും, ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യും, അതുപോലെ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്. ഇതെല്ലാം ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പം ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഇപ്പൊ ഒരു ആമസോണിലാണെങ്കിൽ തന്നെ അവര് സെയിൽ ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ആമസോണിന്റെ തന്നെയാണോ? അവരെന്ത് ചെയ്യുന്നത്? ഒരു സെല്ലിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. ഓരോ മാനുഫാക്ചേഴ്സിന് അല്ലെങ്കിൽ സെല്ലേഴ്സിന് ഒരു സെല്ലിംഗ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പം ഈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിൽ അവരുടെ ആ ഒരു സൈറ്റിൽ കൂടെ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാനൊരു സാരി ഷോപ്പ് നടത്തുന്നുണ്ട്. അപ്പൊ ഞാൻ എന്റെ ഷോപ്പിലുള്ള സാരീസ് ആമസോൺ വഴി സെല് ചെയ്യുന്നുണ്ടെന്ന് വെച്ചോ. ആമസോൺ വഴി സെല് ചെയ്യുന്നുണ്ടെങ്കിൽ എന്റെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആമസോൺ ആയിരിക്കും. ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ആരായിരിക്കും? ഞാനായിരിക്കും, അല്ലേ? മനസ്സിലായോ എന്താണ് ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എന്നും ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് എന്നും? ഓക്കെ ഓക്കെ. ആൻ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഈസ് ലയബിൾ ടു ഡിഡക്ട് TDS അറ്റ് 0.1%. ഇപ്പം ഞാൻ പറഞ്ഞ കേസിൽ ഞാൻ ആമസോൺ വഴി സാരീസ് സെല് ചെയ്യുവാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു എമൗണ്ട് ഇല്ലേ, അവരായിരിക്കും എമൗണ്ട്. ഇപ്പൊ ആമസോൺ ആയിരിക്കും. ഇപ്പം എന്താ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നന്ദന ആമസോൺ വഴി എന്റെ കടയിലെ സാരി പർച്ചേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ നന്ദന ആർക്കാ പേയ്മെന്റ് കൊടുക്കുന്നത്? ആമസോണിനല്ലേ പേയ്മെന്റ് കൊടുക്കുന്നത്? ആമസോണിനല്ലേ പേയ്മെന്റ് കൊടുക്കുന്നത്? എന്നിട്ട് നന്ദന എന്ത് ചെയ്യുക? ആമസോണിന് പേയ്മെന്റ് കൊടുക്കുന്നു. അപ്പൊ ആമസോൺ ആ ഒരു പേയ്മെന്റ് കളക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് 0.1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും എനിക്ക് തരുന്നത്. ഓക്കെ ആണോ? Okay. On the amount of sale or service or both may be the resident e-commerce participant. അതായത് ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് എന്തായിരിക്കണം? റെസിഡന്റ് ആയിരിക്കണം. ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് റെസിഡന്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ പറഞ്ഞ കേസിൽ ഞാനൊരു റെസിഡന്റ് ആണെങ്കിൽ 0.1% TDS ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ എനിക്ക് പേയ്മെന്റ് തരുന്നത്. പിന്നെ പറയുന്നുണ്ട് ത്രൂ ദ പ്ലാറ്റ്ഫോം പ്രൊവൈഡഡ് ബൈ ദ ECO. ECO എന്ന് പറഞ്ഞാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. At the time of credit of such amount or time of payment whichever is earlier. Whichever is earlier എന്ന് പറഞ്ഞാൽ ഇപ്പം നന്ദന ഒരു ക്രെഡിറ്റ് പർച്ചേസ് ആണ് നടത്തുന്നതെന്ന് വെച്ചു. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ അപ്പൊ എന്താ, ആ എമൗണ്ട് അവിടുന്ന് ഡിഡക്ട് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പൊ നന്ദന ആ സമയത്ത് തന്നെ പേയ്മെന്റ് തരുവാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യും? പേയ്മെന്റ് തരുന്ന സമയത്ത് TDS ഡിഡക്ട് ചെയ്യും. ഇപ്പം നന്ദന ക്രെഡിറ്റ് പർച്ചേസ് നടത്തിയിട്ട് ഇപ്പം ഇന്ന് നന്ദന പർച്ചേസ് ചെയ്തു. ഒരു 5-ാം തീയതിയാണ്, സോറി ഇത് 7-ാം തീയതി, ഓക്കെ, 10-ാം തീയതിയാണ് നന്ദന പേയ്മെന്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഏതാണോ ആദ്യം ശ്രമിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ചിലപ്പോൾ അഡ്വാൻസ് ആയിട്ട് പേയ്മെന്റ് കൊടുക്കും, അല്ലെ? ഇപ്പം നന്ദനയ്ക്ക് ഒരു 5-ാം തീയതി നന്ദന പേയ്മെന്റ് തന്നു.
ഒരു 8-ാം തീയതി ആയിരിക്കും തന്നെ പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഏതാണോ ആദ്യം സംഭവിക്കുന്നത്, എമൗണ്ട് ഡ്യൂ ആവുന്നതാണോ അല്ലെങ്കിൽ പേയ്മെന്റ് നടക്കുന്നതാണോ, ഏതാണോ ഏർലിയർ അപ്പോഴായിരിക്കും എന്ത് വരുന്നത്, TDS ഡിഡക്ട് ചെയ്യുന്നത്. ഓക്കെ ആണോ? പേയ്മെന്റ് ഓഫ് സെർട്ടൻ സം ബൈ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ടു ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ്. ഇതിലൊരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. ജോനാഥൻ എന്ന് പറയുന്ന ആൾ ഒരു ഇ-കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ആണ്. സൊമാറ്റോ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. ആൽവിൻ ആരാണ്? ആൽവിൻ ഒരു ബയ്യർ ആണ്. ആൽവിൻ എന്ത് ചെയ്യുക, സൊമാറ്റോ വഴി ജോനാഥന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യുക, ഫുഡ് പർച്ചേസ് ചെയ്യുക. ആൽവിൻ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ജോനാഥന്റെ അടുത്ത് നിന്ന് ഫുഡ് പർച്ചേസ് ചെയ്യുക. അപ്പം ജോനാഥൻ ഈസ് ലിസ്റ്റിംഗ് ഹിസ് ഐറ്റംസ് വിത്ത് സൊമാറ്റോ ആൻഡ് കസ്റ്റമർ ഓർഡറിംഗ് ത്രൂ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. അപ്പം എന്താ, ആൽവിൻ ഈ ഒരു സൊമാറ്റോ വഴി ജോനാഥന്റെ അടുത്ത് നിന്ന് ഫുഡ് ഓർഡർ ചെയ്യുവാണ്. ബൈ വീക്ക്ലി ബേസിസ് ഓർ മന്ത്ലി ബേസിസ് സൊമാറ്റോ സെറ്റിലിംഗ് ദ പേയ്മെന്റ് വിത്ത് ജോനാഥൻ. അതായത് ഇപ്പം ജോനാഥന്റെ ആ ഒരു ഷോപ്പിലെ ഫുഡ് സൊമാറ്റോയിൽ സെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നെങ്കിൽ വീക്ക്ലി ബേസിസിൽ അല്ലെങ്കിൽ മന്ത്ലി ബേസിസിലായിരിക്കും സൊമാറ്റോ ജോനാഥന് എന്ത് ചെയ്യുന്നത്, പേയ്മെന്റ് കൊടുക്കുന്നത്. ഒരാഴ്ചത്തെ ഫുൾ സെയിൽസിന്റെ ആ ഒരു എമൗണ്ട് ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മന്ത്ലി ഫുൾ എമൗണ്ട് വെച്ചിട്ടായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. അപ്പം സൊമാറ്റോ ഡിഡക്ടിങ് 1% as TDS ആൻഡ് റിമൈനിങ് എമൗണ്ട് വിൽ ബി പെയ്ഡ് ടു ജോനാഥൻ. അതായത് 1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സൊമാറ്റോ ജോനാഥന് പേ ചെയ്യുന്നത്. ഓക്കെ ആണോ? 1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും സൊമാറ്റോ ജോനാഥന് പേ ചെയ്യുന്നത്. ഓക്കെ. ഇപ്പൊ ഇവിടെ ഒരു കേസ് സ്റ്റഡി പറയുന്നുണ്ട്. യു ആർ വർക്കിംഗ് ഇൻ ABC ആൻഡ് കമ്പനി ആസ് അക്കൗണ്ടന്റ്. ABC ആൻഡ് കമ്പനി ഈസ് എ ഡീലർ ഇൻ ടെക്സ്റ്റൈൽസ് ബിസിനസ്. ദേ ഡിസൈഡഡ് ടു രജിസ്റ്റർ ഇൻ മിന്ത്ര ആസ് സെല്ലർ. അപ്പം ABC ആൻഡ് കമ്പനിയിൽ നിങ്ങൾ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുവാണ്. ABC ആൻഡ് കമ്പനി ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് ആണ് റൺ ചെയ്യുന്നത്. അപ്പം ഇവർ മിന്ത്രയിലെ ഇവരുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുക. Here, Mindra is the e-commerce operator and ABC and company is the e-commerce participant. ഈ കേസിൽ മിന്ത്രയാണ് e-commerce operator. ABC and company ആണ് e-commerce participant. Suppose ABC and company has made a sale of rupees 10 lakh through Mindra in the month of February. When Mindra is paying the sale amount to your business, TDS will be applicable at 1%. Okay. അപ്പൊ നമ്മള് ഫെബ്രുവരി മാസത്തില് 10 lakh rupeesന്റെ സെയിൽ നടത്തി. ABC ആൻഡ് കമ്പനി 10 lakh rupeesന്റെ സെയിൽ നടത്തി. ഇതിലേ നടത്തിയത് മിന്ത്ര വഴിയാണ് ആ ഒരു 10 lakh rupeesന്റെ സെയിൽ നടന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മിന്ത്ര എന്ത് ചെയ്യണം? മിന്ത്ര ഈ ABC ആൻഡ് കമ്പനിക്ക് ആ 10 lakh rupees കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? 0.1% TDS ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, എമൗണ്ട് പേ ചെയ്യുന്നത്. ഓക്കെ ആണോ? 10 lakh rupeesന്റെ 0.1% ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി എമൗണ്ട് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, മിന്ത്ര ഈ ABC ആൻഡ് കമ്പനിക്ക് പേ ചെയ്യത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ എൻട്രി പറയാൻ പറ്റുമോ? ABC ആൻഡ് കമ്പനിയുടെ സൈഡിൽ നിന്നുള്ള എൻട്രി പറയാൻ പറ്റുമോ? ജേണൽ എൻട്രി പറയാൻ പറ്റുമോ? ആതിര, നോർമൽ സെയിൽസിന്റെ എൻട്രി പറയാൻ പറ്റുമോ? നോർമൽ സെയിൽസിന്റെ എൻട്രി പറഞ്ഞാൽ മതി. TDSന്റെ പറയണ്ട, സെയിൽസിന്റെ എൻട്രി പറയാൻ പറ്റുമോ? ബാങ്കോർ ക്യാഷ് ടു സെയിൽസ്. ഓക്കെ, ബാങ്കോർ ക്യാഷ് ടു സെയിൽസ് ആണ് നോർമൽ ആ ഒരു സെയിൽസിന്റെ എൻട്രി വരുന്നത്. അപ്പൊ ഇതിൽ വരുമ്പോ എങ്ങനെ വരും? നമ്മൾ സെയിൽ നേരത്തെ കഴിഞ്ഞാണ്, മിന്ത്രയാണ് നമുക്ക് എമൗണ്ട് തരാനുള്ളത് അല്ലെ? അപ്പൊ ആ എമൗണ്ട് തരുമ്പം എങ്ങനെ നമ്മൾ റെക്കോർഡ് ചെയ്യും? ബാങ്കോർ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു TDS റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ. TDS റിസീവബിൾ എങ്ങനെയാ വന്നേ? ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ മിന്ത്ര ആ ഒരു TDS എമൗണ്ട് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യുന്നുണ്ട്. നമ്മൾ നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു TDS എമൗണ്ട് നമുക്ക് ക്ലെയിം ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് പറ്റും. അപ്പൊ നമ്മുടെ അസറ്റ് അല്ലേ, ഓൾറെഡി ഗവൺമെന്റിലോട്ട് പേ ചെയ്തിട്ടുള്ള ടാക്സ് എമൗണ്ട് ആണ്, അതുകൊണ്ട് അത് നമ്മുടെ അസറ്റ് അല്ലേ.
അതുകൊണ്ട് TDS റിസീവബിളിനെ നമ്മൾ എന്ത് ചെയ്യുവാണ്, ഡെബിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. അപ്പം നമ്മളിപ്പം ക്യാഷ് സെയിൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ തന്നെ ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെപ്റ്റർ, TDS റിസീവബിൾ അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് എന്ന് വരും. ഓക്കെ ആണോ? ഇനി ഇതിൽ കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ദ ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ഈസ് ആൻ ഇൻഡിവിജ്വൽ ഓർ HUF. ഈ ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ഒരു ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF ആയിരിക്കണം. അല്ലെങ്കിൽ ഗ്രോസ് എമൗണ്ട് ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഡസ് നോട്ട് എക്സീഡ് 5 lakh rupees. അവരുടെ ആ ഒരു ഗുഡ്സ് ഓർ സർവീസ് സെയിൽ ചെയ്തിട്ട് പ്രീവിയസ് ഇയറിൽ അവരുടെ ഗുഡ്സ് ഓർ സർവീസ് സെയിൽ ചെയ്തിട്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന ഗ്രോസ് എമൗണ്ട് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയിൽ കൂടാൻ പാടില്ല. പിന്നെ പറയുന്നുണ്ട് ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ഹാസ് ഫർണിഷ്ഡ് ഹിസ് പാൻ ഓർ ആധാർ. ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് അവരുടെ പാൻ നമ്പർ അല്ലെങ്കിൽ ആധാർ കാർഡിന്റെ ഡീറ്റെയിൽസ് ഫർണിഷ് ചെയ്തിരിക്കണം. ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ TDS ആപ്ലിക്കബിൾ അല്ല. ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ TDS ആപ്ലിക്കബിൾ അല്ല. അവരുടെ ആ ഒരു ഇൻകത്തിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്യത്തില്ല. ഇനി ഇതിൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ, ഇപ്പൊ ഈ 3 എണ്ണം പറഞ്ഞിട്ടുണ്ട്, 3-ൽ ഏതെങ്കിലും ഒരെണ്ണം ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ പോലും TDS ആപ്ലിക്കബിൾ ആവും. ഓക്കെ ആണോ? ഇപ്പം ആ ഒരു ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ HUF അല്ല എന്ന് വെച്ചിട്ട്, പക്ഷെ അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ ആ ഒരു ഇൻകം 5 lakhൽ എക്സീഡ് ചെയ്തിട്ടില്ല. അവരുടെ പാനിന്റെ ഡീറ്റെയിൽസും ആധാറിന്റെ ഡീറ്റെയിൽസും ഫർണിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ TDS ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ ആണോ? ഈ 3 കണ്ടീഷൻസ് ഫർണിഷ് ചെയ്താൽ മാത്രമേ അവർക്ക് TDS ആപ്ലിക്കബിൾ അല്ലാതെ ആവത്തുള്ളൂ. 3-ൽ ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പൊ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ TDS ആപ്ലിക്കബിൾ ആകും. ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും TDS ആപ്ലിക്കബിൾ ആയിരിക്കും. പിന്നെ ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിലും TDS ആപ്ലിക്കബിൾ ആയിരിക്കും. ഓക്കെ ആണോ? ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ TDS ആപ്ലിക്കബിൾ ആവും. ഈ 3 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് പാർട്ടിസിപ്പന്റ് ആണെങ്കിൽ അവരുടെ ഇൻകത്തിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്തിട്ടുണ്ട്. TDS in case of specified senior citizen. TDS in case of specified senior citizen. കണ്ടീഷൻ 1 പറയുന്നുണ്ട്. ഇപ്പൊ ഒരു സീനിയർ സിറ്റിസന്റെ ഇൻകത്തിൽ നിന്നുള്ള ആ ഒരു TDS ഡിഡക്ഷന്റെ കേസാണ് പറയുന്നത്. കണ്ടീഷൻ 1 എന്ന് പറഞ്ഞാൽ ദ സീനിയർ സിറ്റിസൺ ഷുഡ് ബി ഓഫ് ദ ഏജ് ഓഫ് 75 years or more during the previous year. പ്രീവിയസ് ഇയറിൽ ഈ സീനിയർ സിറ്റിസണ് 75 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. 75 വയസ്സോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് ദ സീനിയർ സിറ്റിസൺ ഷുഡ് ബി റെസിഡന്റ് ഇൻ ഇന്ത്യ. ഈ സീനിയർ സിറ്റിസൺ ഇന്ത്യയിലെ റെസിഡന്റ് ആയിരിക്കണം. പിന്നെ പറയുന്ന 3-ാമത്തെ കണ്ടീഷൻ ആണ് ദ സീനിയർ സിറ്റിസൺ should be receiving only 2 incomes, pension income and interest income receivable from the specified bank from which he is receiving the pension income. ഒന്നെങ്കിൽ ഈ സീനിയർ സിറ്റിസൺ പെൻഷൻ ഇൻകവും പിന്നെ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ഇൻട്രസ്റ്റ് ഇൻകവും മാത്രമേ റിസീവ് ചെയ്യാൻ പാടുള്ളൂ. ഏതെങ്കിലും ബാങ്കുകളിൽ അവരുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ കറന്റ് ഡെപ്പോസിറ്റ്, സേവിംഗ് ഡെപ്പോസിറ്റ്, ഇതിന്റെ മേലുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഇൻകോ അല്ലെങ്കിൽ പെൻഷൻ ഇൻകോ മാത്രമേ ഈ ഒരു സീനിയർ സിറ്റിസൺ ഉണ്ടാവാൻ പാടുള്ളൂ. പിന്നെ പറയുന്നതാണ് the senior citizen has furnished a required declaration to the specified bank. ഇവര് ഈ ഒരു അക്കൗണ്ട് ഉള്ള ബാങ്കിൽ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഡിക്ലറേഷനും കൊടുക്കണം. ഈ 4 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആ ഒരു സീനിയർ സിറ്റിസൺ ആണെങ്കിൽ അവരുടെ TDSൽ 2-3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ഇറ്റ് ഈസ് ദ ബാങ്കേഴ്സ് റെസ്പോൺസിബിലിറ്റി ടു ഡിഡക്ട് TDS ആൻഡ് റെമിറ്റ് ടു ദ ഗവൺമെന്റ്. അങ്ങനെയാണെങ്കിൽ TDS ഡിഡക്ട് ചെയ്യേണ്ടതും അല്ലെങ്കിൽ ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആർക്കായിരിക്കും? ബാങ്കിനായിരിക്കും. ഓക്കെയാണ്? ഈ 4 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്ന ആ ഒരു സീനിയർ സിറ്റിസൺ നടത്തുന്ന പേയ്മെന്റ്സിൽ TDS ഡിഡക്ട് ചെയ്യേണ്ടത് ബാങ്കർ ആയിരിക്കും. അത് ഗവൺമെന്റിലോട്ട് പേ ചെയ്യേണ്ടതും ബാങ്കർ ആയിരിക്കും. പിന്നെ പറയുന്നത് ഫയലിംഗ് ഓഫ് ഇൻകം ടാക്സ് റിട്ടേൺസ് ബൈ സീനിയർ സിറ്റിസൺ ഇസ് നോട്ട് റിക്വയർഡ്. ഈ 4 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യുന്ന സീനിയർ സിറ്റിസൺസ് എന്ത് ചെയ്യേണ്ട? ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട. 4 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന സീനിയർ സിറ്റിസൺസ് ഇൻകം ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ട. പിന്നെ പറയുന്നത് റേറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ്. ഇവരുടെ ആ ഒരു ഇൻകത്തിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന TDSന്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാലറിയുടെ കാൽക്കുലേറ്റ് ചെയ്യത്തില്ലേ? ഒരു വർഷത്തെ ടോട്ടൽ സാലറി കാൽക്കുലേറ്റ് ചെയ്യും, ഡിഡക്ഷൻസ് ഒക്കെ കുറച്ചിട്ട് അത് എന്ത് ചെയ്യുക, 12 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ഇതിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്,
ഇൻകം ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. അതിന് നമ്മൾ 12 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മാസത്തെ ടാക്സ് ലയബിലിറ്റി കിട്ടും. അങ്ങനെയായിരിക്കും നമ്മൾ TDS ഡിഡക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ സീനിയർ സിറ്റിസന്റെ കേസിലും പറയുന്നത്. ഓക്കെ ആണോ? TDS ഇൻ കേസ് ഓഫ് സ്പെസിഫൈഡ് സീനിയർ സിറ്റിസൺ ഓക്കെ ആണോ? സിനാൻ, ഓക്കെ. അടുത്തതാണ് TDS ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. നമ്മൾ എന്തെങ്കിലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്ന കേസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. Okay. Buyer shall deduct TDS at the rate of 0.1% of the payment of purchase value exceeding rupees 50 lakh. Exceeding rupees 50 lakh. നമ്മൾ ബയ്യർ എന്ന് പറയുമ്പോൾ TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, സെല്ലറിന് പേ ചെയ്യുന്നത്. ഇപ്പൊ ഒരു 50 ലക്ഷം രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു ഇതാണ് പർച്ചേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 0.1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും സെല്ലറിന് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഫർഹാനയുടെ ഒരു ലാൻഡ് ആർക്ക് കൊടുക്കുക, രാഗിക്ക് സെയിൽ ചെയ്യുക. ഫർഹാനയുടെ ലാൻഡ് രാഗിക്ക് സെല് ചെയ്യുവാണ്. അപ്പൊ ആ ഒരു ലാൻഡിന്റെ വില വരുന്നത് ഒരു 60 lakh rupees ആണെന്ന് വെച്ചു. 60 lakh rupees ആണെങ്കിൽ എന്ത് ചെയ്യും, 0.1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും രാഗി എന്ത് ചെയ്യുള്ളൂ, ഫർഹാനയ്ക്ക് പേ ചെയ്യുള്ളൂ. ഓക്കെ ആണോ? ആ ഒരു 60 lakh rupeesന്റെ 0.1% TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, രാഗി ഫർഹാനിക്ക് പേ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ. ഇതിലൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ബയ്യർ ഹാവിംഗ് മോർ ദാൻ 10 crore ടേൺ ഓവർ ഇൻ ദ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ടാക്സ് ഇയർ. ടാക്സ് ഇയറിന്റെ ആ ഒരു പ്രിസീഡിംഗ് ടാക്സ് ഇയറിൽ ആ ബയ്യറിന്റെ ടേൺ ഓവർ 10 കോടി രൂപയിൽ കൂടുതലാണെങ്കിൽ ദ പേയ്മെന്റ് ഫോർ ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് എക്സീഡ് 50 lakh ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ. ആ ഒരു പർച്ചേസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള പേയ്മെന്റ് 50 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ ദ പേയ്മെന്റ് ഈസ് ബീയിങ് മെയ്ഡ് ടു എ റെസിഡന്റ് സെല്ലർ. നമ്മൾ ആ ഒരു പേയ്മെന്റ് കൊടുക്കുന്നത് റെസിഡന്റ് ആയിട്ടുള്ള ഒരു സെല്ലറിനാണെങ്കിൽ എന്തായിരിക്കും, 0.1% TDS ഡിഡക്ട് ചെയ്യും. ഓക്കെ ആണോ? ഇതിൽ 3 കേസ് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഫർഹാനയാണ് സെയിൽ ചെയ്യുന്ന ആള്. അപ്പം ഫർഹാന എന്തായിരിക്കണം, ഒരു റെസിഡന്റ് സെല്ലർ ആയിരിക്കണം. അതുപോലെ നമ്മുടെ ആ ഒരു പർച്ചേസ് ചെയ്യുന്ന ഗുഡിന്റെ വില എന്ന് പറയുന്നത് 50 ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കണം. പിന്നെ എന്താ പറയുന്നത്, ബയ്യർ. ഇപ്പൊ ഈ കേസിൽ പറയുവാണെങ്കിൽ രാഗിയാണ് ബയ്യർ. രാഗിയുടെ പ്രിസീഡിംഗ് ടാക്സ് ഇയറിലെ ടേൺ ഓവർ 10 കോടി രൂപയിൽ കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് ഈ 3 കണ്ടീഷൻസ് നമ്മൾ നോക്കുമ്പോൾ ഈ 3 എണ്ണം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ 0.1% TDS ബയ്യർ ഡിഡക്ട് ചെയ്തിട്ടായിരിക്കും പേയ്മെന്റ് സെല്ലറിന് കൊടുക്കുന്നത്. ഓക്കെ ആണോ? TDS ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ്. ഓക്കെ. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, കറണ്ട് ടാക്സ് ഇയർ 2022-23. കറണ്ട് ടാക്സ് ഇയർ 2022-23. ടേൺ ഓവർ ഇൻ ദ ടാക്സ് ഇയർ 2025-26 is 11 crore. 11 കോടി രൂപയാണ് ടേൺ ഓവർ വന്നിരിക്കുന്നത്. ഇപ്പൊ ഗുഡ്വിൽ പ്രൈവറ്റ് ലിമിറ്റഡ് കുറെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുവാണ്. ഒരാളുടെ അടുത്തുനിന്ന് എന്താ 35 ലക്ഷം രൂപയ്ക്ക് മോഹന്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 45 ലക്ഷം രൂപയ്ക്ക് രാജീവിന്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 43 ലക്ഷം രൂപയ്ക്ക് അലന്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. 33 ലക്ഷം രൂപയ്ക്ക് ശരണ്യന്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട്. കൃഷ്ണന്റെ അടുത്തുനിന്ന് 13 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അരുണിന്റെ അടുത്തുനിന്ന് 40 ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ TDS ആപ്ലിക്കബിൾ ആണോ? ഈ ഒരു കേസിൽ TDS ആപ്ലിക്കബിൾ ആണോ? TDS ആപ്ലിക്കബിൾ ആണോ? ബയ്യറിന്റെ ടേൺ ഓവർ വരുന്നത് 10 കോടി രൂപയിൽ കൂടുതലാണ്, 11 crores എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ TDS ആപ്ലിക്കബിൾ ആണ്. ഇപ്പൊ ഓരോ ഇൻഡിവിജ്വൽസിന്റെ പേരാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവരെല്ലാവരും റെസിഡന്റ് സെല്ലേഴ്സ് ആയിരിക്കും. റെസിഡന്റ് സെല്ലേഴ്സ് ആണ് നമുക്ക് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിലും TDS ആപ്ലിക്കബിൾ ആണോ?
ഗസ് ചെയ്യാൻ പറ്റുമോ? ആപ്ലിക്കബിൾ ആണോ? TDS ആപ്ലിക്കബിൾ ആണോ എന്ന് പറയാൻ പറ്റുമോ? 50 ലക്ഷം 50 ലക്ഷം രൂപയിൽ കൂടുതലുള്ള സെയിൽ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും സെയിൽ 50 ലക്ഷം രൂപയിൽ കൂടുതലുണ്ടോ? ടോട്ടൽ ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നടക്കുന്ന ആ ഒരു എല്ലാ പർച്ചേസും കൂടെ കൂട്ടിയിട്ട് 50 ലക്ഷം രൂപയല്ല, ഓരോ സിംഗിൾ പർച്ചേസ് 50 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ മാത്രമേ എന്താവത്തുള്ളൂ, TDS ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. അപ്പൊ ഈ ഒരു കേസിൽ TDS ആപ്ലിക്കബിൾ ആണോ? TDS ആപ്ലിക്കബിൾ അല്ല. ഒരു സിംഗിൾ ട്രാൻസാക്ഷൻ 50 lakh റുപ്പീസിൽ കൂടുതലാണെങ്കിൽ മാത്രമേ TDS ആപ്ലിക്കബിൾ ആവത്തുള്ളൂ. ഓക്കെ, ഇനി പറയുന്നതാണ് പേയ്മെന്റ് ടു നോൺ റെസിഡന്റ്, സെക്ഷൻ 393 സബ്സെക്ഷൻ 2. സെക്ഷൻ 393 സബ്സെക്ഷൻ 2. ഇതില് പറയുന്ന കേസ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനി പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ പേയിങ് ടാക്സ് ടു എ നോൺ റെസിഡന്റ് നോട്ട് ബീയിങ് കമ്പനി ഓർ ഫോറിൻ കമ്പനി, എനി ഇൻട്രസ്റ്റ് ഓർ അതർ സം ചാർജബിൾ അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ഷാൽ ഡിഡക്ട് TDS അറ്റ് ദ റേറ്റ്സ് ഇൻ ഫോഴ്സസ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ഓരോരോ നേച്ചർ ഓഫ് പേയ്മെന്റ്സ് ഇല്ലേ, നേരത്തെ കണ്ടുള്ള നേച്ചർ ഓഫ് പേയ്മെന്റ്സ് ഇല്ലേ, TDS ഓൺ റെന്റ്, TDS ഓൺ പ്രൊഫഷണൽ ഓർ ടെക്നിക്കൽ സർവീസസ്, അങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള ഓരോ നേച്ചർ ഓഫ് പേയ്മെന്റ്സ്, അത് ഒരു നോൺ റെസിഡന്റിനാണ് പേ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സെക്ഷന്റെ നെയിം വരുന്നത് സെക്ഷൻ 393 സബ്സെക്ഷൻ 2 ആയിരിക്കും. സെക്ഷൻ നെയിം 393 സബ്സെക്ഷൻ 2 ആയിരിക്കും. ബാക്കി ചേഞ്ചസ് ഒന്നുമില്ല, നമ്മുടെ റേറ്റ്സും കാര്യങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷെ ആ ഒരു സെക്ഷന്റെ പേര് വരെ പറയുന്നത് സെക്ഷൻ 393 സബ്സെക്ഷൻ 2 എന്നായിരിക്കും. ഓക്കെ ആണോ? ബാക്കി നേച്ചർ ഓഫ് പേയ്മെന്റ്സിന്റെ സെക്ഷൻ ഏതായിരുന്നു? നേച്ചർ ഓഫ് പേയ്മെന്റ്സിന്റെ സെക്ഷൻ ഏതായിരുന്നു? സാലറി അല്ലാതെയുള്ള ബാക്കി പേയ്മെന്റ്സിന്റെ TDS സെക്ഷൻ ഏതായിരുന്നു എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഓക്കെ, നമ്മുടെ സെക്ഷൻ 393 ആണ്. നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് നോൺ റെസിഡന്റിനാണെങ്കിൽ അതിന്റെ സെക്ഷൻ വരുന്നത് 393 സബ്സെക്ഷൻ 2 ആയിരിക്കും. പക്ഷെ വേറെ ചേഞ്ചസ് ഒന്നുമില്ല, റേറ്റും ലിമിറ്റും എല്ലാം സെയിം തന്നെ. പക്ഷെ എന്താ, സെക്ഷന്റെ നെയിം മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ ആണോ? പേയ്മെന്റ് ടു നോൺ റെസിഡൻസ് ഓക്കെ ആണോ? അഷ്കർ, ആതിര, ഫാത്തിമ, ഫർഹാന, രാഗി. ഓക്കെ, അപ്പൊ ഇന്നത്തെ പോർഷൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇന്നത്തെ പോർഷൻസിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ കേസ് സ്റ്റഡി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാവേ.
ഓക്കെ, ഇതിൽ പറയുന്നുണ്ട് ഇന്നലെ നിങ്ങൾ കണ്ട ആ കേസ് സ്റ്റഡിയുടെ ബാലൻസ് തന്നെയാണ് ഇതും വരുന്നത്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പം മോഹിത് അസോസിയേറ്റ്സിന് ടേൺ ഓവർ 1.23 crores ആണ് വരുന്നത്. അപ്പം അവരെന്ത് ചെയ്തു, അവരുടെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ഇവര് അക്കൗണ്ടിങ് ഓഡിറ്റിംഗ് ഫേമാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെന്ത് ചെയ്യുക, അവരുടെ കോൾ സെന്റർ സർവീസ് അലീഷ ഇൻഫോടെക് ലിമിറ്റഡിന് ഔട്ട്സോഴ്സ് ചെയ്യുവാണ്. അപ്പൊ കോൾ സെന്റർ സർവീസസിന്റെ ആ ഒരു കോസ്റ്റ് വരുന്നത് പെർ മന്ത് 62,000 രൂപ. പെർ മന്ത് 62,000 രൂപയാണ് ആ ഒരു കോൾ സെന്റർ സർവീസസിന്റെ കോസ്റ്റ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഒരു അലീഷ ഇൻഫോടെക്കിന് പേയ്മെന്റ് കൊടുക്കുമ്പോൾ TDS ഡിഡക്ട് ചെയ്യണമെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്, എത്ര എമൗണ്ട് ആണ് ബാക്കി നമ്മൾ അലീഷ ഇൻഫോടെക്കിന് പേ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ ആണോ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. കോൾ സെന്റർ സർവീസസ് നമ്മൾ എന്ത് ചെയ്യുക, അലീഷ ഇൻഫോടെക്കിന് ഔട്ട്സോഴ്സ് ചെയ്യുക. അപ്പൊ നമ്മൾ അലീഷ ഇൻഫോടെക്കിന് പെർ മന്ത് 62,000 രൂപ വെച്ച് പേ ചെയ്യണം. അതിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്യണമെങ്കിൽ എത്ര പെർസെന്റേജ് ആണ് ഡിഡക്ട് ചെയ്യേണ്ടത്, ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഒന്നാമത്തെ 2 May 2026 കേസ് ഓക്കെ ആണോ? ചെയ്യാൻ പറ്റുമോ? ഓക്കെ. രണ്ടാമത്തെ പറയുന്നതാണ്, മോഹിത് അസോസിയേറ്റ് ഹാസ് റെന്റഡ് ഔട്ട് വൺ ഓഫ് ദ ഫ്ലോർ ഓഫ് ഇറ്റ്സ് ഓൺ ബിൽഡിംഗ് ടു അമേലിയക്ക് മോഹിത് അസോസിയേറ്റ് അവരുടെ ബിൽഡിങ്ങിലെ ഒരു ഫ്ലോർ റെന്റിന് കൊടുക്കുകയാണ്. ഹു ഹാസ് പെയ്ഡ് എ റെന്റ് ഓഫ് ₹65,000. അമേലിയ ഈസ് നോട്ട് ലയബിൾ ടു ഓഡിറ്റ്. ഈ അമേലിയ എന്തില്ല, ടാക്സ് ഓഡിറ്റിന് ലയബിൾ ആയിട്ടുള്ള ഒരാളല്ല. പക്ഷെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, പെർ മന്ത് 65,000 റുപ്പീസ് വെച്ചിട്ട് റെന്റ് പേ ചെയ്യുന്നുണ്ട്. ഈ കേസിൽ TDS ആപ്ലിക്കബിൾ ആണോ? TDS ആപ്ലിക്കബിൾ ആണോ? ആണെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്, എത്ര എമൗണ്ട് TDS പേ ചെയ്യണം? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. പിന്നെ പറയുന്നുണ്ട്, മോഹിത് അസോസിയേറ്റ് ഹാസ് റീറ്റേൺ ഏർണിംഗ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഇൻ ഡിഫറെന്റ് ബാങ്ക് ലിസ്റ്റഡ് ബിലോ. ഈ താഴെ പറയുന്ന ബാങ്ക്സിൽ അവരുടെ റീറ്റേൺ ഏർണിംഗ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ദ ഫേം ഈസ് പ്ലാനിംഗ് ടു എക്സ്പാൻഡ് ഇറ്റ്സ് ബ്രാഞ്ചസ് ഇൻ കൊൽക്കത്ത ആൻഡ് പൂനെ ആൻഡ് കോൺസിക്വന്റ്ലി ദ ഫേം ഹാസ് ഡിസൈഡഡ് ടു വിത്ഡ്രോ ഇറ്റ്സ് റീറ്റേൺ ഏർണിംഗ്സ് ഫോർ ദ പർപ്പസ്. അതായത് അവര് ഈ മോഹിത് അസോസിയേറ്റ് അവരുടെ കൊൽക്കത്തയിലും പൂനെയിലും അവരുടെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനായിട്ട് അവർ എന്ത് ചെയ്യുക, റീറ്റേൺ ഏർണിംഗ്സ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് വിത്ഡ്രോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ദ ഫേം ഹാസ് വിത്ഡ്രോൺ ക്യാഷ് ഫ്രം ഓൺ ദിസ് ഡേറ്റ് ഫ്രം ദ ഫോളോയിങ് മന്ത്സ്. ഈ ഓരോ ബാങ്കിൽ നിന്നും ഇത്ര എമൗണ്ട് വെച്ചിട്ട് അവർ എന്ത് ചെയ്തിട്ടുണ്ട്, വിത്ഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ TDS ആപ്ലിക്കബിൾ ആണോ? ഇപ്പൊ ആക്സിസ് ബാങ്കിൽ നിന്ന് 45 lakh rupees ആണ് അവർ വിത്ഡ്രോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് TDS ഡിഡക്ട് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് ആണോ കിട്ടത്തുള്ളൂ? അങ്ങനെ ഓരോ ബാങ്കിന്റെയും നിങ്ങൾ നോക്കണം. ഇപ്പൊ ഡിഡക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര പെർസെന്റേജ് ആണ്, നമ്മൾ വിത്ഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലോട്ട് എത്ര എമൗണ്ട് കിട്ടുമെന്നും കൂടെ നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ചെയ്യാൻ പറ്റില്ലേ? നമ്മൾ പറഞ്ഞായിരുന്നു പേയ്മെന്റ് ടു സെർട്ടൈൻ സം എന്ന് പറഞ്ഞ സം അല്ല, ക്യാഷിന്റെ കേസ് പറഞ്ഞില്ലായിരുന്നോ? ക്യാഷിന്റെ കേസ് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ എമൗണ്ട് ഇൻ ക്യാഷ് ഓർക്കുന്നുണ്ടോ? പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ എമൗണ്ട് ഇൻ ക്യാഷ്. പേയ്മെന്റ് ഓഫ് സെർട്ടൈൻ സം ഇൻ ക്യാഷ്. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു 1 കോടി രൂപയില് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യും, 2% TDS ഡിഡക്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഈ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കേസിൽ TDS ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്ന് എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. ചെയ്യാൻ പറ്റത്തില്ലേ? പറ്റത്തില്ലേ? ആതിര, മേരി, സാനിയ, രാഗി, അഷ്കർ, ഫാത്തിമ, മുഹമ്മദ് നബി.
ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ, ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ഉള്ളവർ ലീവ് ചെയ്തോ, ഓൺലൈൻ ഉള്ളവരോട് സ്റ്റേ ചെയ്യണേ. താങ്ക് യു.